മാസമായില്ലേ ഒരേ നെയിൽസ് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു നെയിൽസ് ഒന്ന് മാറ്റി പിടിക്കാന്ന്. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഈ നെയിൽസ് വെച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് നിനക്ക് ഈ നെയിൽസ് ഒന്ന് ചെറുതാക്കി കൂടെ, അല്ലെങ്കിൽ നിനക്ക് ഈ നെയിൽസ് ഇല്ലാതെ ഒന്ന് വീഡിയോ എടുത്തുകൂടെ എന്നുള്ളതാണ്. പക്ഷെ കമന്റ് സെക്ഷൻ തുറന്നു നോക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിന്റെ ഇടയിൽ ഒരാളെങ്കിലും നെയിൽസിന്റെ ലിങ്ക് ചോദിച്ചു. അപ്പൊ ഈ പ്രസ് ഓൺ നെയിൽസ് ഒക്കെ എന്നെ പോലെ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വീട്ടിൽ കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ട് ഷോർട്ട് നെയിൽസ് എന്ന് ഞാൻ തെരഞ്ഞു കണ്ടുപിടിച്ച് വാങ്ങിയതാണ് ഇത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇത് വാങ്ങിയതിനേക്കാളും ലോങ് നെയിൽസ്. എന്തായാലും ആദ്യം വാങ്ങിയ നെയിൽസ് ചീത്തയായി. ഇത് വെച്ചിട്ട് കുറെ വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആ കാണിക്കുന്ന ഫൈലർ വെച്ചിട്ട് നെയിൽസ് നന്നായിട്ട് ഫയൽ ചെയ്തു. എന്നിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ക്യൂട്ടിക്കൽസ് ഒക്കെ ബാക്കിലേക്ക് പുഷ് ചെയ്യും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ആ ഗ്ലൂ നിങ്ങൾ യൂസ് ചെയ്യരുതെന്ന്, അതിന് പകരം യൂസ് ചെയ്യേണ്ടതാണ് ഈ സ്റ്റിക്കേഴ്സ്. നമ്മുടെ നെയിൽസിന്റെ ഷേപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള സ്റ്റിക്കർ ഇതിന് ചൂസ് ചെയ്യുക, അത് പറിച്ചെടുക്കാൻ നെയിൽസിൽ ഒട്ടിക്കുക, അതിന്റെ നേരെ മുകളിൽ നെയിൽസ് ഒട്ടിക്കുക. സംഭവം അത്രേ ഉള്ളൂ. പക്ഷെ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. ഞാൻ ഉദ്ദേശിച്ചൊരു ഷോർട്ട് ലെങ്ത് അല്ലെങ്കിലും കുഴപ്പമില്ല, രസം. ചിലപ്പോൾ ഇതിന്റെ ഈ ഷേപ്പ് മാറ്റിയിട്ട് ഇതിന്റെ ലെങ്ത് കുറച്ച് യൂസ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും പറഞ്ഞ പോലെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. ആ ഒരു മാസത്തിൽ എന്റെ എല്ലാ വീഡിയോയുടെ ഇടയിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് ഇവര്. താങ്ക് യു സോ മച്ച് ഗൈസ്.